കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ നടന്നു കേട്ടോ. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇന്നത്തെ കളഭാലങ്കാരം നല്ല കൗതുകമുണ്ട്. ചമ്രം പണിഞ്ഞിരിക്കുന്ന ഒരു പൊന്നുണ്ണി കണ്ണനാ. ആ പൊന്നുണ്ണി കണ്ണൻ്റെ രണ്ട് കുഞ്ഞിക്കാലുമിലും പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, കിങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട്. കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു പുലിനഖമാല ചാർത്തിയിട്ടുണ്ട്, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്, രണ്ടിൻ്റെ നടുവിലൊരു പതക്കം ചാർത്തിയിട്ടുണ്ട്, കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. കോണ കൊടുത്തത് കാണില്ല കേട്ടോ, ആ കിങ്ങിണി മാത്രമേ കാണുള്ളൂ. എന്താ കാരണം വെച്ചാൽ ഇടത്തെ കയ്യിലൊരു കുടമുണ്ട്, ആ കുടം മടിയിൽ വെച്ചിട്ടായിരിക്കണത്. ആ കുടം ഇടത്തെ കൈകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ചിട്ടായിരിക്കണത്. വലത്തെ കയ്യിലൊരു വെണ്ണോർലയും, കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിയാണ്, നല്ല സന്തോഷമാവും കണ്ടാൽ. ആ ഉണ്ണിക്കണ്ണൻ വെണ്ണക്കുടത്തുനിന്ന് വെണ്ണ വാരി കഴിച്ചുകൊണ്ടാണ് ചാർത്തിരിക്കണത്. ഒരു കുടം വെണ്ണ കിട്ടിയാൽ പിന്നെ കണ്ണൻ എന്താ സന്തോഷമല്ലാണ്ട്, അങ്ങനെ ആനന്ദത്തിൽ വെണ്ണ കഴിക്കണവർ ആനന്ദ വെണ്ണ കണ്ണനാണെന്ന് ശ്രീലകത്തിരിക്കണത്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടുകൂടി ആനന്ദത്തോടു കൂടിയിട്ട് വെണ്ണ വാരി കഴിക്കുകയാണ്. അതൊരു മിടുക്കനാണ് ശ്രീലകത്ത് നിന്ന് കേട്ടോ. കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. തിരുമുടിമാല രണ്ടെണ്ണമാണ് ചാർത്തിരിക്കണത്, വെളുത്ത പൂവും തെച്ചിപ്പൂവും, വെളുത്ത പൂവ് തുളസിപ്പൂവായിട്ട്. അങ്ങനെ രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാല, ഒന്ന് വനമാലയാണ്, തെച്ചിയും തുളസിയായിട്ടുള്ളൊരു വനമാല, മറ്റൊരു താമര മാത്രമായിട്ടൊരു ഉണ്ടമാല. അങ്ങനെ രണ്ട് ഉണ്ടമാലയും രണ്ട് തിരുമുടിമാലയാണ്. അതിൻ്റെ നടുവിലാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ വെണ്ണക്കുടം മാറോട് ചേർത്ത് പിടിച്ചിട്ട് ചമ്രം പണിഞ്ഞിരുന്ന് വെണ്ണ വാരി കഴിക്കുക. നല്ല കൗതുകത്തിലാണ് ചാർത്തിരിക്കണത്, കണ്ടാൽ തന്നെ നല്ല സന്തോഷമാവും. അതുപോലെ ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. കണ്ണനെ പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടാണ് 4 എണ്ണം, ബാക്കി 2 എണ്ണം തെച്ചിയും തുളസിയായിട്ടുള്ളതും. അങ്ങനെ 6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും, പശി കെടും, വ്യസനങ്ങൾ തീരും, നാവിനുണർച്ച വരുമേറ്റവും അന്ത്യകാലേ, ഗോവിന്ദ പാദകമലങ്ങൾ തെളിഞ്ഞു കാണാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ വെണ്ണക്കുതിയൻ്റെ ആ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ആ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. ചമ്രം പണിഞ്ഞിരിക്കണം. ഉണ്ണിക്കണ്ണൻ്റെ കുഞ്ഞു കാലുകൾ, കുഞ്ഞു തള്ളവിരലുകളെ കാണുള്ളൂ കേട്ടോ. ആ 2 തൃപ്പാദം മുറുകെ പിടിച്ചിട്ട് ആ മനോഹരമായി പുഞ്ചിരി തൂക്കണം. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം നോക്കിയിട്ട് ഉറക്ക നാമം ജപിക്കാം. കണ്ണാ, നാമം ജപിക്കാൻ തോന്നണേ, ഭക്തി ഉണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ കണ്ണൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക. പുഞ്ചിരി ഒരു ആനന്ദച്ചിരിയായിട്ടാണ് ആ വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുഞ്ചിരി നോക്കിയിട്ട് നമുക്ക് ഉറക്കം ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.